മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇന്ന് ഉച്ചവരെ വളരെ കുറവായിരുന്നു പോളിംഗ്. മഹാരാഷ്ട്രയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് വരെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് മൊമെന്റം ഗെയിൻ ചെയ്തോ? ഇല്ല, 3 മണിവരെയുള്ള കണക്കാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. 43% പോളിംഗ് മാത്രമാണ് ഉണ്ടായത്. അതായത് ഇന്ന് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്ന 13 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഇടം മഹാരാഷ്ട്രയാണ്. ഉച്ചയ്ക്ക് ശേഷവും കാര്യമായ പോളിംഗ് ഉയർന്നിട്ടില്ല എന്ന വിവരമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ത്രിപുരയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ത്രിപുരയിൽ 80% കടന്നേക്കും പോളിംഗ് എന്നാണ് നമുക്കറിയുന്ന വിവരം. മണിപ്പൂരിൽ 60% കടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ മണിപ്പൂരിൽ ഒരിടത്ത് മാത്രമാണ് EVM മെഷീൻ ആക്രമിക്കപ്പെട്ടത്. അതായത് കഴിഞ്ഞ ആദ്യഘട്ട പോളിംഗ് നടന്നപ്പോൾ മണിപ്പൂരിൽ വ്യാപകമായ സംഘർഷമുണ്ടായിരുന്നു, ബൂത്ത് പിടുത്തമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരിടത്ത് മാത്രമാണ് അക്രമം ഉണ്ടായത്. ബംഗാളിൽ ഇന്നും സംഘർഷമുണ്ടായി. മധ്യപ്രദേശിലും ഒപ്പം തന്നെ കർണാടകയിലും രാജസ്ഥാനിലും എല്ലാം മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാൻ കഴിയും. ശരി അനൂപ്, എന്താണെങ്കിലും പറഞ്ഞതുപോലെ മണിപ്പൂരിൽ 70% പോളിംഗ്, ബംഗാളിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.